നമസ്കാരം. വൈറ്റ് ഹൗസിൽ ട്രംപിനെ വിറപ്പിച്ച സെലൻസ്കിയാണ് കഴിഞ്ഞയാഴ്ച നാം കണ്ടത് എങ്കിൽ ട്രംപിന് മുമ്പിൽ അടിയറവ് പറഞ്ഞ് ദയയാചിക്കുകയാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ്. പുടിനെ ഒപ്പം നിർത്തി യൂറോപ്പിനെയും ട്രംപ് വരുതിയിലാക്കിയിരിക്കുകയാണ്. അമേരിക്കക്ക് യുക്രൈൻ്റെ ധാതുസമ്പത്ത് കൈമാറാനും സെലൻസ്കി തയ്യാറാവുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ US-ഉം യുക്രൈനും സൗദിയിൽ ഒരുമിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയായി ഗസയിലേക്ക് ഒന്നും കടത്തിവിടാതെ ഇസ്രായേൽ ഫലസ്തീനികളെ പട്ടിണിക്കിടുന്നു. കൈറോയിൽ നടന്ന അറബ് ഉച്ചകോടിയിൽ യുദ്ധാനന്തര ഗസക്കായി ഈജിപ്ത് ഒരു പദ്ധതി അവതരിപ്പിച്ചു. അതിനിടെ അമേരിക്ക നേരിട്ട് ഹമാസുമായി ചർച്ച നടത്തിയെന്ന നിർണായക വിവരവും പുറത്തുവന്നു. കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന ലോകവാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറക്കിവിട്ട സെലൻസ്കിക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ നൽകി. ലണ്ടനിൽ അവർ ഒത്തുചേരുകയും ചെയ്തു. പക്ഷേ ട്രംപിനെ പിണക്കി എങ്ങനെ മുന്നോട്ടു പോകും എന്ന കാര്യത്തിൽ ഒരു പദ്ധതിയും യൂറോപ്യൻ നേതാക്കളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഉച്ചകോടിക്ക് മുൻകൈയെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞത് യോഗത്തിലെ തീരുമാനങ്ങൾ US-ഉമായി ചർച്ച ചെയ്യും എന്നാണ്. ട്രംപുമായി തെറ്റിപ്പോകുന്നത് നല്ലതല്ല, സമവായം വേണമെന്ന ഉപദേശം നൽകിയാണ് സെലൻസ്കിയെ ലണ്ടനിൽ നിന്ന് യൂറോപ്യൻ നേതാക്കൾ പറഞ്ഞുവിട്ടത്. അതിനു പിന്നാലെ യുക്രൈനുള്ള സൈനിക സഹായം നിർത്തിവെച്ച് സെലൻസ്കിയെ ട്രംപ് വെട്ടിലാക്കി. ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവെക്കുന്നതും നിർത്തിവെച്ചു. അതോടെ യുക്രൈന് അനങ്ങാൻ കഴിയാതെയായി. ഇനി യുദ്ധം ചെയ്യാൻ ആയുധങ്ങളില്ല എന്ന് മാത്രമല്ല, കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോലും യുക്രൈന് കഴിയാതെയായി. കിട്ടിയ അവസരം നോക്കി റഷ്യ യുക്രൈനിൽ കനത്ത ആക്രമണം നടത്തി. യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിച്ചു. 48 മണിക്കൂറിനിടെ മാത്രം 11-ലധികം പേർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തെ ട്രംപ് ന്യായീകരിക്കുക കൂടി ചെയ്തു. ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രശംസിക്കുന്നതും ലോകം കണ്ടു. നിസ്സഹായനായ സെലൻസ്കി ട്രംപിനോട് മാപ്പ് പറഞ്ഞു. റഷ്യക്കെതിരായ യുദ്ധത്തിന് വൻ സൈനിക സന്നാഹം നൽകിയ അമേരിക്ക ഒപ്പമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന ബോധ്യം സെലൻസ്കിക്കുണ്ടായി. സെലൻസ്കി അയച്ച അനുരഞ്ജന സന്ദേശം ട്രംപ് US കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ വായിച്ചു. അടുത്ത 4 വർഷത്തെ തൻ്റെ വിദേശകാര്യ ശ്രദ്ധ യൂറോപ്പിലായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്രയും കാലം ഒപ്പം നിന്ന അമേരിക്ക സെലൻസ്കിയെ ചതിച്ചു എന്ന യൂറോപ്പിൻ്റെ ആരോപണത്തിന് ട്രംപ് മറുപടിയും പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് നൽകിയ സഹായത്തേക്കാൾ കൂടുതൽ തുക റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ ചെലവാക്കി എന്നാണ് ട്രംപിൻ്റെ കണക്ക്. താനല്ല, യൂറോപ്പാണ് പുടിനെ സഹായിക്കുന്നത് എന്നാണ് ട്രംപിൻ്റെ വാദം. യുദ്ധം അവസാനിപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ലാതായ യുക്രൈൻ പുതിയ ചർച്ചയ്ക്ക് വരികയാണ്. അടുത്ത ദിവസം സൗദിയിൽ US യുക്രൈൻ ചർച്ച നടക്കും. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന് കരട് രൂപം കാണും. പ്രസിഡന്റ് സെലൻസ്കി തന്നെ ചർച്ചയ്ക്കെത്തും എന്നാണ് കരുതുന്നത്. ഗസയിൽ പട്ടിണിയെ വീണ്ടും ആയുധമാക്കുകയാണ് ഇസ്രായേൽ. ഒരാഴ്ചയായി അവശ്യ സാധനങ്ങളൊന്നും ഇസ്രായേൽ ഗസയിലേക്ക് കടത്തിവിട്ടിട്ടില്ല. ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാതെ തന്നെ ബന്ദികളെ വിട്ടുകിട്ടാനാണ് ഇസ്രായേൽ ശ്രമം നടത്തുന്നത്. ഇതിന് സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് ഗസയെ ഉപരോധിക്കുന്നത്. ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസയിലേക്കുള്ള വൈദ്യുതി വിതരണം പോലും തടയും എന്ന് ഭീഷണി മുഴക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. യുദ്ധാനന്തര ഗസയുടെ ഭാവി തീരുമാനിക്കാൻ കഴിഞ്ഞയാഴ്ച കൈറോയിൽ അറബ് രാജ്യങ്ങൾ ഒത്തുചേർന്നു. പുനർനിർമ്മാണത്തിന് $5300 കോടി പദ്ധതി ഈജിപ്ത് അവതരിപ്പിച്ചു. 5 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനും ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്നത് ഒഴിവാക്കാനുമുള്ള ഈ പദ്ധതി അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചു. ഗസയുടെ ഭാവി ഭരണം ഹമാസ് അല്ലാത്ത മറ്റൊരു സമിതിക്ക് കൈമാറാനാണ് ഈജിപ്ത് ശുപാർശ ചെയ്യുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ US-ഉം ഇസ്രായേലും തയ്യാറായിട്ടില്ല. ഒടുവിൽ ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയെന്ന് വൈറ്റ് ഹൗസ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇസ്രായേൽ അമേരിക്കയോട് കടുത്ത അമർഷത്തിലുമാണ്. യുദ്ധത്തിലൂടെ ഹമാസിനെ ഇല്ലാതാക്കലായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. ഒടുവിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇസ്രായേൽ അധിനിവേശത്തിൻ്റെയും ഫലസ്തീൻ ചെറുത്തുനിൽപ്പിൻ്റെയും കഥ പറയുന്ന നോ അതർ ലാൻഡിനാണ് ഇത്തവണത്തെ മികച്ച ഡോക്യുമെൻ്ററി ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം. ഇസ്രായേൽ പത്രപ്രവർത്തകനായ യുവാൻ എബ്രഹാമും ഫലസ്തീൻ ചലച്ചിത്ര പ്രവർത്തകൻ ബാസിൽ അദറയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നും രാഷ്ട്രീയ പരിഹാരം വേണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടത് ഓസ്കർ വേദിയിലെ വലിയ രാഷ്ട്രീയ കാഴ്ചയായി.
അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന നിരുപാധിക പിന്തുണ അപകടമാണ് എന്ന് പറഞ്ഞാണ് ഇസ്രായേലിയായ യുവാൽ എബ്രഹാം അവസാനിപ്പിച്ചത്. വേൾഡ് വിത്തസിൻ്റെ പൂർണ്ണ രൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 മീഡിയ 1 TV-യിൽ.